മയക്കുമരുന്ന് കച്ചവടക്കാരുടെ പ്രതികളാകുന്നവരുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടാനും ജപ്തി ചെയ്യാനുമുള്ള പോലീസിൻ്റെ നീക്കം അഭിനന്ദനാർഹമാണ്. അത് ഫലം കാണുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഓരോ തവണ പിടിക്കുമ്പോഴും അതിനുവേണ്ടി കാശ് മുടക്കി പുറത്തിറങ്ങി വീണ്ടും സമ്പന്നനായി എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അതുമായി കച്ചവടം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പിടുത്തവും പുറത്തിറങ്ങലും പിന്നീടുള്ള കച്ചവടവുമൊക്കെ കേവലം ഫലിതങ്ങളായി മാറും. മലപ്പുറം വാഴയൂർ സ്വദേശി അബിൻ്റെ ലോറിയും മറ്റ് ചില വസ്തുക്കളുമാണ് പോലീസ് കണ്ടുകെട്ടിയത്. പോലീസിന് അഭിനന്ദനങ്ങൾ. ആരും നിയന്ത്രിക്കാതെ സ്വതന്ത്രമായി പിടിച്ചുകൊണ്ടുവരാൻ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നവരാണെന്നും നിങ്ങളെപ്പോലെ മിടുക്കർ മറ്റാരുമില്ലെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ദൗത്യം നിർത്താതെ തുടരണം. കാരണം ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്കാകെ വേണ്ടിയാണ്, നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് ഇല്ലാതെ ADGP മനോജ് എബ്രഹാം സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വേട്ട തുടരുക തന്നെ ചെയ്യട്ടെ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പണ്ട് പറമ്പിൽ നിന്നും കപ്പ പിഴുതെടുക്കുമ്പോൾ ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. കേവലം അത് മുകളിൽ നിന്ന് ഇങ്ങനെ ഒടിച്ചു മാറ്റുമല്ല, അതിൻ്റെ മണ്ണെല്ലാം നീക്കി വേണ്ടി വന്നാൽ കൂടുതൽ ആഴത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വരെ തുരന്നു കയറി അതുൾപ്പെടെ പിഴുതെടുക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. പിഴുതെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ പിന്നെ വീണ്ടും നോക്കാറുണ്ട്, എവിടെയെങ്കിലും വെച്ച് ഒടിഞ്ഞിട്ടുണ്ടോ എന്ന്. എന്നിട്ടതിൻ്റെ ദിശ നോക്കി വീണ്ടും അത് തുരന്നെടുക്കാറുണ്ട്. ഇതൊക്കെ കൗമാരത്തിലും ബാല്യത്തിലുമൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇത് കേവലം കൃഷിക്ക് മാത്രമല്ല, ഏതൊന്നിൻ്റെയും ഒരു ബേസിക് ഫിലോസഫിയാണിത്. എങ്കിൽ മാത്രമേ ഒരു കാര്യത്തെ പൂർണ്ണമാക്കാൻ കഴിയൂ. പണ്ട് കാലം മുതലേ കേൾക്കുന്നതാണ് ഈ കഞ്ചാവ് കച്ചവടവുമായൊക്കെ ബന്ധപ്പെട്ട് ഒരാളിനെ കഞ്ചാവ് പിടിച്ചു കൊണ്ടുപോകുന്നു, 2 ദിവസം കഴിയുമ്പോൾ വിടുന്നു. ചിലർക്കൊന്നും ജാമ്യം എടുക്കാൻ ആളില്ലെങ്കിൽ പിന്നെ ഈ പിടി പോലും പോലീസ് അങ്ങ് നിർത്താറുണ്ട്. എന്നാൽ മയക്കുമരുന്നും MDMAയും ഒക്കെ വന്നപ്പോൾ ഇവരൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ചിത്രത്തിലൊക്കെ സോഡാ കുപ്പി പോലെ കവളൊക്കെ ഒട്ടി പണ്ട് തേങ്ങ പൊതിക്കുന്ന പാര പോലെയൊക്കെയാണ് തോന്നുന്നതെങ്കിലും അതൊക്കെ ഈ പിടിച്ചുകൊണ്ട് വരുന്ന ആ നിൽക്കുന്ന മാനസികാവസ്ഥയിൽ അവരെ കാണുന്നത് കൊണ്ടാണ്. അവർ നല്ല കുളിച്ച് കുട്ടപ്പനായി കയ്യിലുള്ള ബെൻസിൽ ചാരിയൊക്കെ നിന്നാൽ വളരെ സൊള്ളനും ചുള്ളനും ഒക്കെയാണ്. ഏതായാലും അങ്ങനെ പിടിച്ചെടുത്ത് അവരെ കൊണ്ടുപോവുകയും വളരെ പെട്ടെന്ന് ഏറ്റവും നല്ല ഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് വന്ന് ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യുമ്പോൾ കഥ കഴിഞ്ഞു. പിന്നെ കേസ് അവിടെ തുടരും. പിന്നെ അതെപ്പോഴെങ്കിലും അല്ലേ ചാർജ് മെമ്മോ കൊടുത്തു, മാറ്റിവെച്ചു കോടതികളുടെ നടപടിക്രമം അനുസരിച്ച് വർഷങ്ങളോളം ചിലപ്പോൾ അങ്ങ് മുന്നോട്ട് പോകും. എന്നാൽ ഇപ്പോൾ പോലീസ് കുറച്ചുകൂടി കൃത്യമായൊരു നീക്കം നടത്തി. ഇതുകൊണ്ട് സമ്പാദിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെയും കണ്ടുകെട്ടണം എന്ന് പറയുന്ന ഒരു നടപടി കൂടി തുടങ്ങി. അതിൻ്റെ ഭാഗമായാണ് മലപ്പുറത്ത് അബിൻ എന്ന് പറയുന്ന ഒരു ചെറുക്കനെ അവൻ്റെ മയക്കുമരുന്ന് പ്രതിയായി പിടിച്ചതിന് ശേഷം ഈ ലഹരി വസ്തുക്കൾ ബാംഗ്ലൂരിൽ നിന്ന് കടത്തി ഇവിടെ കൊണ്ടുവന്ന് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഭയങ്കര സമ്പാദ്യമുള്ള ആളുകളായി മാറി. ആ സമ്പാദിച്ച വസ്തുക്കൾ കൂടി പോലീസ് പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി അവൻ്റെ ലോറി കണ്ടുകെട്ടി. ലോറി മാത്രം പോരാ, ഉള്ളതെല്ലാം കണ്ടുകെട്ടണം. കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ കേസ് പറഞ്ഞ് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ചലിക്കാൻ അനുവദിക്കരുത്. തലവെട്ടാനോ ഇവിടെ നിയമമില്ല. തലവെട്ടിയില്ലെങ്കിലും അവൻ്റെ കൊല വെട്ടിക്കളയുന്നത് പോലെ ഇത്തരം നടപടികൾ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിടിക്കും ഇറങ്ങും. ഇനി അഥവാ പിടിക്കുമ്പോൾ അകത്ത് കിടന്ന് വേറെ നല്ല കച്ചവടക്കാരുമായി ബന്ധം സ്ഥാപിച്ച് കുറച്ചുകൂടി വ്യാപാരം വിപുലപ്പെടുത്തും. ഏതായാലും ആ പിടിച്ചെടുക്കൽ പ്രക്രിയയോടൊപ്പം തന്നെ ഈ പിടിച്ചെടുക്കുന്നത് വളരെ പെട്ടെന്ന് ജപ്തി ചെയ്ത് വിറ്റ് വേണമെങ്കിൽ അതിൻ്റെ കാശ് എവിടെയെങ്കിലും ട്രഷറിയിൽ അടച്ചാൽ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസവും തീരും എന്ന് മാത്രമല്ല, അത് വേണമെങ്കിൽ ഇറങ്ങുമ്പോൾ ആ കിടക്കുന്നതിൻ്റെ പലിശ സഹിതം കൊടുക്കാം. വണ്ടി പിടിച്ച് വെറുതെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഒന്നാമത് പോലീസ് സ്റ്റേഷന് സ്ഥലമില്ല. അത് മാത്രമല്ല, അവിടെ കിടന്ന് തുരുമ്പിച്ച് ദ്രവിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സൂക്ഷിക്കുകയും വേണം. ഏതായാലും കേരള പോലീസിൻ്റെ ഈ നീക്കത്തിന് അഭിനന്ദനങ്ങൾ. കരുത്തോടെ ചെയ്യുക, കരുത്തോടെ മുന്നോട്ട് പോവുക. ഒരു വലിയ സമൂഹത്തിൻ്റെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്.